വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിനെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കഷൻ നടത്താം. ചോദ്യം ഇതാണ്: ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, ഓപ്ഷൻ ബി ഗവർണർ, ഓപ്ഷൻ സി എക്സൈസ് വകുപ്പ് മന്ത്രി, ഓപ്ഷൻ ഡി ചീഫ് സെക്രട്ടറി. ഉത്തരം ഏതാണ്? വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ നമുക്ക് എന്താണ് വിമുക്തി മിഷൻ എന്ന് കൂടി ഒന്ന് പരിചയപ്പെടാം. നോക്കുക, വിമുക്തി വ്യക്തിയെയും സമൂഹത്തെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ച് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി 2016 കേരള സർക്കാർ ആരംഭിച്ച ലഹരി വിമുക്ത പ്രചരണ പരിപാടിയാണ് വിമുക്തി എന്ന് ഓർക്കുക. വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. കൂടാതെ വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിങ്ങിനായുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 10005 ആണെന്നും ഓർക്കുക. വിമുക്തി മിഷന്റെ ഘടനയൊന്ന് പരിശോധിക്കാം. ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ കൺവീനർ ഗവൺമെന്റിന്റെ സെക്രട്ടറി, നികുതി വകുപ്പ്. മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ആരോഗ്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരിക്കും, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ധനമന്ത്രി, ടൂറിസം മന്ത്രി, കായിക വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഫിഷറീസ് മന്ത്രി, ചീഫ് സെക്രട്ടറി, അഡ്വക്കേറ്റ് ജനറൽ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ NGO പ്രതിനിധികൾ. ഇത്രയും ാണ് ഗവേണിംഗ് ബോഡിയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓർക്കുക, വിമുക്തി മിഷന് ഗവേണിംഗ് ബോഡി മാത്രമല്ല, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും തദ്ദേശ സ്വയംഭരണ തലത്തിലുമുണ്ട്. അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള എൻ്റെ ചോദ്യം ഇതാണ്: സംസ്ഥാന തലത്തിലെ വിമുക്തി മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക.